ഹായ് ഓൾ. അപ്പോൾ നമ്മുടെ സിലബസിൻ്റെ ലാസ്റ്റ് പോർഷൻസ് 3 ഫേസ് ഇൻവെർട്ടേഴ്സ് ആണ് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. 3 ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടേഴ്സ്. ഓക്കെ, അപ്പോൾ എന്തിനാണ് 3 ഫേസ് ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഓൾറെഡി സിംഗിൾ ഫേസ്, ഹാഫ് ബ്രിഡ്ജ്, ഫുൾ ബ്രിഡ്ജ്, അതുപോലെ പുഷ് പുൾ ഇൻവെർട്ടേഴ്സ് ഒക്കെ പഠിച്ചു. അപ്പോൾ എന്തിനായിരിക്കും 3 ഫേസ് ഇൻവെർട്ടേഴ്സ് മെയിൻലി യൂസ്ഡ് ഫോർ? Obviously for high power applications. A single phase GSIs covers for low range applications. അങ്ങനെ നമ്മൾ 3 ഫേസ് എപ്പോഴും നമ്മൾ 3 ഫേസ് സപ്ലൈ യൂസ് ചെയ്യുന്നത് ഹൈ പവർ അപ്ലിക്കേഷൻസിന് വേണ്ടിയിട്ടാണ്. അപ്പം മെയിൻലി ഫോർ മീഡിയം ടു ഹൈ പവർ അപ്ലിക്കേഷൻസിനാണ് നമ്മൾ 3 ഫേസ് വോൾട്ടേജ് സോഴ്സ് ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, ദ മെയിൻ പർപ്പസ് ഓഫ് ദീസ് topology is to provide 3 phase voltage source where the amplitude, phase and the frequency of the voltage should always be controllable. അതൊരു കൺട്രോൾഡ് ഔട്ട്പുട്ടിലുള്ള 3 ഫേസ് വോൾട്ടേജ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 3 ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. The most applications requires sinusoidal voltage waveforms like ASD, അതുപോലെ UPS, FAX, VR compensators. അതിലൊക്കെയാണ് മെയിനായിട്ട്. UPS എന്താണ് പഠിച്ചാണ്. ഫാക്സ് എന്താണ്? അതുപോലെ VR കോമ്പൻസേറ്റേഴ്സ്. ഇതിലൊക്കെയാണ് മെയിനായിട്ട് നമ്മൾ 3 ഫേസ് ഇൻവെർട്ടേഴ്സ് യൂസ് ചെയ്യുന്നത്. ഫാക്സ് ഫ്ലെക്സിബിൾ AC ട്രാൻസ്മിഷൻസ്. അതുപോലെ VR എന്താണ്? വേരിയബിൾ റിയാക്റ്റീവ് പവർ കോമ്പൻസേഷൻ യൂസ് ചെയ്യുന്നതാണ് VR കോമ്പൻസേറ്റേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതൊക്കെയാണ് 3 ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടേഴ്സിൻ്റെ മെയിൻ ആപ്ലിക്കേഷൻസ്. ഓക്കെ, ഇനി നോക്കാം 3 ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടേഴ്സിൻ്റെ കോൺഫിഗറേഷനാണ് അടുത്തത് കാണിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾ വരയ്ക്കുമ്പോൾ ഇതുപോലെ വരയ്ക്കണമെന്നില്ല. ഇവിടെ ഒരു DC സോഴ്സ് വരയ്ക്കാം. എന്നിട്ട് ഇതിപ്പം ഈ ഒരു രീതിയിലുള്ള സ്വിച്ചസാണ് വരച്ചത്. അതിന് പകരം നിങ്ങളൊരു സാധാരണ ഇവിടെ ഒരു സ്വിച്ച്, അടുത്തൊരു സ്വിച്ച്, സെക്കൻഡ് സ്വിച്ച്, ഇങ്ങനെ ടോട്ടൽ 6 സ്വിച്ചസ് ഉണ്ടാവും. ഓക്കെ, 6 സ്വിച്ചസ് ഉള്ള ഒരു കോൺഫിഗറേഷൻ ആയിരിക്കും. അതായത് ആക്ച്വലി ഫോർ 3 ഫേസ് എന്ന് പറഞ്ഞാൽ എന്താണ് 3 ഫേസ്? ഓക്കെ, നമുക്ക് 3 ഫേസ് ഇൻവെർട്ടറിലേക്ക് പോകുന്നതിന് മുമ്പ് എന്താണ് 3 ഫേസ്? സിംഗിൾ ഫേസും 3 ഫേസും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്? നമ്മൾ സിംഗിൾ ഫേസ് വോൾട്ടേജ് മീൻസ് ഇതാണിപ്പോൾ ഒരു സിംഗിൾ ഫേസ് AC വോൾട്ടേജ് എങ്കിൽ, അല്ലേ? 3 ഫേസ് എന്തായിരിക്കും? ഇതുപോലുള്ള 3 ഫേസസ് ഉണ്ടാവും. ഇതിപ്പം സിംഗിൾ ഫേസ് ആണ്. ഇതുപോലത്തെ 3 ഫേസസ് ഉണ്ടാവും. ബട്ട് ദർ ഷുഡ് ബി എ ഫേസ് ഷിഫ്റ്റ് ഓഫ് 120 ഡിഗ്രി. അതായത് ഇതിപ്പം ഒരു ഫേസ് ആണെങ്കിൽ അടുത്ത ഫേസ് എന്ന് പറയുന്നത് 0 എന്നായിരിക്കില്ല സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റിന് ശേഷമായിരിക്കും അടുത്ത ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. മൂന്നാമത്തെ ഫേസ് വീണ്ടും ഒരു 120, അതായത് മൊത്തം 240 ഫേസ് ഷിഫ്റ്റിന് ശേഷമായിരിക്കും അടുത്ത ഫേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് മൂന്നും കൂടിയ, അതായത് 3 സിംഗിൾ ഫേസ് വിത്ത് 120 ഡിഗ്രി ഫേസ് ഷിഫ്റ്റ്, അതാണ് ഒരു 3 ഫേസ് സപ്ലൈ. ഓക്കെ, അപ്പോൾ നമ്മൾ സിംഗിൾ ഫേസിൽ യൂസ് ചെയ്ത ഹാഫ് ബ്രിഡ്ജ് തന്നെയാണ്. ബട്ട് ഫോർ ഈച്ച് ഫേസ് ദർ ഷുഡ് ബി 3 ഫേസ് ഉള്ളതുകൊണ്ട് നമ്മൾ 3 ബ്രിഡ്ജസ്, 3 ലെഗ് യൂസ് ചെയ്യുന്നതെന്ന് പറയാം. ഓക്കെ, ഇനി നോക്കാം. നിങ്ങൾ വരയ്ക്കുമ്പോൾ ആ രീതിയിൽ വരയ്ക്കുക. പിന്നെ ഇവിടെ ഒരു കപ്പാസിറ്റർ വരച്ചാൽ മതി. അപ്പോൾ ഇതിന് ഡിഫറെൻറ്റ് കോൺഫിഗറേഷൻ ഉണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ളത് മാത്രം വരച്ച് പഠിച്ചാൽ മതി. അപ്പോൾ നോക്കാം എന്തിനാണ് ഈ കപ്പാസിറ്റർ, ഇവിടെ എന്തിനാണ് ഒരു കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്? ഇനി നമ്മുടെ DC സപ്ലൈയിൽ എന്തെങ്കിലും ബാറ്ററിയിലൊക്കെ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ ഒരു കപ്പാസിറ്റർ ഉണ്ടാകുമ്പം ആ ഫ്ലക്ച്വേഷൻസിനെയൊക്കെ ഫിൽട്ടർ ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് ഇവരുടെ, കാരണം കപ്പാസിറ്റർ ഓൾറെഡി ചാർജ് ചെയ്തിരിക്കും. അപ്പം ബാറ്ററി വോൾട്ടേജ് പെട്ടെന്ന് കുറച്ച് കുറഞ്ഞാലും കപ്പാസിറ്റർ എന്ത് ചെയ്യും? നമ്മൾ ഇവിടെ ഉണ്ടാകുന്ന ഔട്ട്പുട്ട് സെയിം ആയിരിക്കും. കാരണം ഡ്യൂ ടു ദി ചാർജ് സ്റ്റോർഡ് ഇൻ ദി കപ്പാസിറ്റർ. കാരണം കപ്പാസിറ്ററിൻ്റെ വോൾട്ടേജ് സഡനായിട്ട് റെഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഒരു ഫിൽട്ടർ ആയിട്ടാണ് ഈ കപ്പാസിറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ,
ഇനി നോക്കാം. ഇതാണ് വേറൊരു കോൺഫിഗറേഷൻ. വേറൊരു കോൺഫിഗറേഷൻ മീൻസ് ഇത് തൈറിസ്റ്ററാണ്, ഇവിടെ IGBT ആണ്. അപ്പം നമ്മളിപ്പം ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെർട്ടേഴ്സ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഓരോ ആപ്ലിക്കേഷൻസിനും ഓരോ രീതിയിലുള്ള സ്വിച്ചിങ് ഡിവൈസസ് ആയിരിക്കും യൂസ് ചെയ്യുക. അപ്പോൾ നമ്മൾ മോസ്റ്റ് കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത് തൈറിസ്റ്റേഴ്സ് തന്നെയാണ്. ഈ ഒരു സർക്യൂട്ടാണ്. അതിൽ ആൻറ്റി പാരലായിട്ട് ഡയോഡ്സും കൂടി കണക്ട് ചെയ്തിരിക്കും. ഇനി ശ്രദ്ധിക്കാം, ഇതിൽ നമ്മൾ സ്വിച്ചസിൻ്റെ നമ്പറിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സ്വിച്ചസിൻ്റെ നമ്പറിങ് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ എങ്ങനെയാണ് നമ്പറിങ് കൊടുത്ത് നോക്ക്. ഇതാണ് S1, S3, S5, നെക്സ്റ്റ് S4, S6, S2. ഓക്കെ, അതായത് നമ്മളൊരു DC ആണ്. നമുക്ക് ഔട്ട്പുട്ടിൽ എന്ത് വേണം? ഒരു AC ഇങ്ങനെയോ എങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ ഇങ്ങനെ ഒരു സ്പേസ് ഉണ്ടായിട്ട് ഇങ്ങനെയുള്ളൊരു AC ആണ് നമുക്ക് ഔട്ട്പുട്ടിൽ വരേണ്ടത്. അപ്പോൾ ഈ AC ഔട്ട്പുട്ടിൽ വരണമെങ്കിൽ അതിനെ നമ്മൾ കൺട്രോൾ ചെയ്യുന്ന, ഈ സ്വിച്ചസ് കൺട്രോൾ ചെയ്യുന്ന ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡറിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ നമ്പറിങ് കൊടുത്തത്. ഓക്കെ, അതായത് 1 3 5 4 6 2. ഓക്കെ, ശ്രദ്ധിക്കുക, ഈ ഓർഡർ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. ഈ ഓർഡർ മാറിപ്പോയി കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേവ് ഫോംസ് വരയ്ക്കാൻ പറ്റില്ല, എക്സ്പ്ലനേഷൻ കൊടുക്കാൻ പറ്റില്ല, ഒന്നും പറ്റില്ല. അപ്പോൾ ഈ ഓർഡർ ശ്രദ്ധിച്ച് വരയ്ക്കാം. ഇനി അതിൽ തന്നെ ഫസ്റ്റ് ഓൺ ആവുന്നത് 1 ആണെങ്കിൽ 2 3 4 5 ആ സീക്വൻസ് ഓഫ് സ്വിച്ചിങ്ങിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ നമ്പർ കൊടുത്തത്. ഇനി ഈ മുകളിലിരിക്കുന്ന അപ്പർ ആംസ്, താഴെയുള്ളത് ലോവർ ആംസ്. അറ്റ് എ ടൈം ഒരു കാരണവശാലും S1ഉം S4ഉം ഒന്നിച്ച് ഓൺ ആവില്ല. അതായത് S1ഉം S4ഉം ഒന്നിച്ച് ഓൺ ചെയ്യാൻ പാടില്ല. എന്തുകൊണ്ടാണ് ഓൺ ആവാൻ പറ്റാത്തത്? S1ഉം S4ഉം ഒന്നിച്ച് ഓൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഈ DC സപ്ലൈ ഇവിടുന്ന് ഡയറക്റ്റായിട്ട് ഷോർട്ട് സർക്യൂട്ട് സംഭവിക്കും. ഓക്കെ, അതുകൊണ്ട് ഒരിക്കലും അപ്പർ ആമിലുള്ളതും ലോവർ ആമിലുള്ളതും അറ്റ് എ ടൈം ഓൺ ആകരുത്. ഓക്കെ, അപ്പോൾ ഇതാണ് 3 ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടറിനെ കുറിച്ചിട്ടൊരു ഇൻട്രൊഡക്ഷൻ അല്ലെങ്കിൽ ഒരു ബേസിക് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, ഇതാണ് ഈ ഒരു കോൺഫിഗറേഷൻ വെച്ചിട്ട് നമ്മൾ ഔട്ട്പുട്ട് ഉണ്ടാക്കും. അപ്പോൾ അതിൽ തന്നെ ഇതിൻ്റെ മോഡ്സ് ഓഫ് കണ്ടക്ഷൻ അല്ലെങ്കിൽ മോഡ്സ് ഓഫ് സ്വിച്ചിങ് ഓൺ ബേസ് ചെയ്തിട്ട് 2 ടൈപ്പിലായിരിക്കും കണ്ടക്ഷൻ ഉള്ളത്. ഒരു 180 ഡിഗ്രി കണ്ടക്ഷനും 120 ഡിഗ്രി കണ്ടക്ഷനും. അപ്പോൾ 3 ഫേസ് ഇൻവെർട്ടർ വിത്ത് 120 ഡിഗ്രി കണ്ടക്ഷൻ ഉണ്ട്, അതുപോലെ 3 ഫേസ് ഇൻവെർട്ടർ വിത്ത് 180 ഡിഗ്രി കണ്ടക്ഷൻ ഉണ്ട്. അപ്പോൾ നിങ്ങളുടെ സിലബസിൽ സ്പെസിഫിക് ആയിട്ട് പറയുന്നില്ലെങ്കിലും 120 180 ഡിഗ്രി നമ്മൾ ഏതെങ്കിലും പഠിച്ചാൽ മാത്രമേ നമുക്ക് ഇൻവെർട്ടറിൻ്റെ ഓപ്പറേഷൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റൂ. ഓക്കെ, ഇനി അതുപോലെ നോക്കാം, വോൾട്ടേജസ് VAB അതുപോലെ VBC VCA ഇതൊക്കെയാണ് ലൈൻ വോൾട്ടേജ്. അതുപോലെ ഫേസ് വോൾട്ടേജ് നമ്മൾ VA0 VB0 VC0 എന്നൊക്കെ ഡിനോട്ട് ചെയ്യും. അപ്പോൾ അതിനു മുമ്പ് എന്താണ് ലൈൻ വോൾട്ടേജ്, എന്താണ് ഫേസ് വോൾട്ടേജ്, അതുപോലെ എങ്ങനെയാണ് നമ്മൾ ലോഡിലേക്ക് കണക്ട് ചെയ്യുന്നത്, ഈ കാര്യങ്ങൾ മൂന്നും 180 ഡിഗ്രി 120 ഡിഗ്രി കണ്ടക്ഷൻ പറയുമ്പോൾ തന്നെ പറയണം. അതായത് നമ്മൾ എപ്പോഴും സ്റ്റാർ കണക്റ്റഡ് ആയിരിക്കും നമ്മളെ ലോഡ് ഉണ്ടാവുക. നമ്മളെ ലോഡ് സ്റ്റാർ കണക്റ്റഡ് ആണെന്ന് നമ്മൾ അസ്യൂം ചെയ്യും. ഈ സ്റ്റാർ കണക്ഷൻ ഡെൽറ്റ കണക്ഷൻ പഠിച്ചിട്ടില്ലേ, ഇതാണ് ഇങ്ങനെ കണക്ട് ചെയ്യുന്നതാണ് ഡെൽറ്റ കണക്ഷൻ, ഇതാണ് സ്റ്റാർ കണക്ഷൻ. അപ്പോൾ ഈ ഒരു സ്റ്റാർ കണക്റ്റഡ് ലോഡിൻ്റെ സെൻട്രൽ പോയിൻ്റാണ് O. ഇത് A ഫേസ് ആണ്, ഇത് B ഫേസ് ആണ്, ഇത് C ഫേസ് ആണ്. അപ്പോൾ എന്തായിരിക്കും ഇതിൻ്റെ ലൈൻ വോൾട്ടേജ്, എന്തായിരിക്കും ഇതിൻ്റെ ഫേസ് വോൾട്ടേജ്? ഫേസ് വോൾട്ടേജ് ഇതാണ്, ന്യൂട്രൽ നമ്മൾ എർത്ത് ചെയ്തിട്ടുണ്ട്. അപ്പം ഒരു ഫേസും ന്യൂട്രലും തമ്മിലുള്ള വോൾട്ടേജ് അതാണ് ഫേസ് വോൾട്ടേജ്. അതായത് VA0, അതായത് A ഫേസും ന്യൂട്രലും ഇതിൻ്റെ ഇടയിലുള്ള വോൾട്ടേജാണ് ഫേസ് വോൾട്ടേജ്. അതുപോലെ VB0, ഈ ബിയും ന്യൂട്രലും തമ്മിൽ, അതുപോലെ VC0 ഇതാണ് ഫേസ് വോൾട്ടേജ്. അപ്പോൾ നോർമൽ നമ്മുടെ എന്താണ് വീട്ടിലൊക്കെ ഉള്ളത് ഫേസ് വോൾട്ടേജ് ആണത്, 230 വോൾട്ടാണ് വരുന്നത് അല്ലേ. ഇനി വാട്ട് ഈസ് ലൈൻ വോൾട്ടേജ്? 2 ഫേസസ് തമ്മിൽ, ഇതിപ്പോൾ A ഫേസും B ഫേസും തമ്മിലുള്ള വോൾട്ടേജ്, ഇതാണ് VAB. ഇതെന്താണ്
ലൈൻ വോൾട്ടേജ് ആണ്. ഇനി ബി ഫേസും സി ഫേസും തമ്മിൽ വി ബി സി ഇതും ലൈൻ വോൾട്ടേജ് ആണ്. അതുപോലെ ഇവിടെ വി എ സി. ഓക്കെ, അപ്പം ലൈൻ വോൾട്ടേജ്, ഫേസ് വോൾട്ടേജ്, ഇങ്ങനെ സ്റ്റാർ കണക്ഷൻ, ഡെൽറ്റ കണക്ഷൻ, ഇങ്ങനെയുള്ള കോൺസെപ്റ്റൊക്കെ നിങ്ങൾക്ക് ആവശ്യമാണ് നമ്മളിത് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? ഇൻ എ സിംഗിൾ ഫേസ് വി എസ് ഐസ് ദ സ്വിച്ചസ് ഓഫ് എനി ലെഗ് ഓഫ് ദി ഇൻവെർട്ടർ S1 and S4 cannot be switched on simultaneously because it would result in short circuit across the DC link. സിംഗിൾ ഫേസിലായിക്കോട്ടെ, ത്രീ ഫേസിലായിക്കോട്ടെ, ഇപ്പം സിംഗിൾ ഫേസ്, ത്രീ ഫേസ് ഏതിലായാലും നമ്മൾ അപ്പർ ആമിലും ലോവർ ആമിലും ഉള്ള സ്വിച്ചസ് അറ്റ് എ ടൈം ഓൺ ചെയ്യരുത്, ഷോർട്ട് സർക്യൂട്ട് ഉണ്ടാവും. അപ്പോൾ ഇതാണ് നമ്മുടെ 6 സ്വിച്ചിങ് സ്റ്റേറ്റ്സ്. ഈ 6 സ്വിച്ചിങ് സ്റ്റേറ്റ്സ് ഈ ടേബിൾ നോക്കിയിട്ട് പഠിക്കണമെന്നില്ല. അറ്റ് എ ടൈം ഇത് സ്റ്റേറ്റ് 1, 2, 6 ആർ ടേൺഡ് ഓൺ. അതായത് അതുപോലെ 2, 3, 1, 3, 4, 2. ഓക്കെ, ഇങ്ങനെ അറ്റ് എ ടൈം ഓൺ ആവുന്ന ഓരോ സ്വിച്ചസ് ഓൺ ആകുമ്പോഴുള്ള ഫേസ് വോൾട്ടേജ്, ലൈൻ വോൾട്ടേജ്, അതിൻ്റെ സ്പേസ് വെക്ടറൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ തന്നെ പഠിക്കുന്നില്ല. അപ്പോൾ നമ്മൾ 120 ഡിഗ്രിയും 180 ഡിഗ്രിയും എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു സ്വിച്ചിങ് കറക്റ്റായിട്ട് മനസ്സിലാവും. ഓക്കെ, ത്രീ ഫേസ് ബ്രിഡ്ജ് ഇൻവെർട്ടർ വിത്ത് 180 ഡിഗ്രി. ഓക്കെ, അപ്പോൾ ഒരു 12 മിനിറ്റ്സ് വീഡിയോ ആയിട്ട് ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. എന്നിട്ട് 180 ഡിഗ്രി എന്നുള്ളത് ഒരു അടുത്ത വീഡിയോയും 120 ഡിഗ്രിയുടെ അങ്ങനെ 3 വീഡിയോസായിട്ട് റെക്കോർഡ് ചെയ്യാം. ഓക്കെ.